നമുക്ക് ആദ്യം തന്നെ നമ്മളെ ഞെട്ടിച്ച ആ ഒരു കുറ്റവാളിയെക്കുറിച്ചാണ്. ഒരുപക്ഷെ കുറച്ച് സമയം കേരള പോലീസ് ഒന്ന് വൈകിയിരുന്നെങ്കിൽ അയാൾ വേറെ ഏതോ രാജ്യത്തെത്തിയേനെ. പക്ഷേ വളരെ സംയോജിതമായ ഇടപെടലിലൂടെ ലോകത്തിന്റെ തന്നെ ശ്രദ്ധ കേന്ദ്രമായ ഒരു കുറ്റവാളിയാണ് കേരള പോലീസ് പിടികൂടിയിരിക്കുന്നത്. വർക്കലയിൽ രാജ്യാന്തര കുറ്റവാളി താമസിച്ചത് ഹോം സ്റ്റേയിലാണ് എന്നതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ മാതൃഭൂമി ന്യൂസ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ഹാക്കിങ്ങിലൂടെ കോടീശ്വരനായ അലക്സേജ് ബെസിയോക്കോവ് വർഷം 5 ലക്ഷം രൂപയാണ് ഈ വീടിന്, ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന വീടിന് വാടകയായി നൽകിയിരുന്നത്. ഇന്റർപോൾ നിർദ്ദേശപ്രകാരം കേരള പോലീസ് അറസ്റ്റ് ചെയ്ത അലക്സേജിനെ ഡൽഹി പട്യാല ഹൗസ് കോടതിയിൽ എത്തിച്ചിട്ടുണ്ട്. ഇത്രയും ഗ്രാവിറ്റി ഉള്ളൊരു ക്രിമിനല് നമ്മുടെ കൺട്രീസ് ക്രോസ് ചെയ്ത് ഇന്ത്യയിൽ വന്നിട്ട് നമ്മുടെ അധികാരികളെ കേന്ദ്ര സേനകളിലുള്ള ആൾക്കാർ ആരും അറിഞ്ഞില്ല എന്ന് പറയുന്നത് എന്നൊരു വീഴ്ചയാണ്. അതുപോലെ തന്നെ ഈ മേഖലയിൽ പല ഹോം സ്റ്റേകളുണ്ട്. പലതും ആരാണ് എടുത്തേക്കുന്നതെന്നോ അവരുടെ ബാക്ക്ഗ്രൗണ്ട്സ് എന്താണെന്നോ ഉള്ള കാര്യങ്ങളൊന്നും വ്യക്തമായിട്ടൊന്നും ആർക്കും അറിയില്ല. ഒരാൾ വരും, ഒരു വീട് നോക്കും, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ പറയുന്ന റേറ്റിൽ ആ വീട് വാടകയ്ക്ക് കൊടുക്കുന്നതല്ലാതെ അവരുടെ ബാക്ക്ഗ്രൗണ്ട്സ് ചെക്ക് ചെയ്യാനായിട്ട് സെക്യൂരിറ്റി സുരക്ഷാ ഭാഗങ്ങളൊന്നും ഇതുവരെയും ചെക്ക് ചെയ്തിട്ടില്ല. ഇതിന് മുമ്പായിട്ട് ലെസ്ലി എന്ന് പറഞ്ഞൊരു US പൗരനുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് നടത്തുന്ന ഒരു പൗരനായിരുന്നു. പുള്ളി അവിടുത്തെ ഒരു വലിയൊരു കേസിലെ പ്രതിയാണ്. പെഡോഫൈൽ എന്നാണ് അവിടുത്തെ ഗവൺമെൻറ് ഇന്ത്യ വിട്ട് അവരുടെ രാജ്യം വിട്ട് പുറത്ത് പോയിക്കൂടാ എന്ന് പറയുന്ന ഒരു ക്രിമിനലായിരുന്നു. എത്രയോ വർഷങ്ങൾ നമ്മുടെ ഈ വർക്കല ക്ലിഫിൽ റെസ്റ്റോറൻറ്റ് നടത്തിയിരുന്നത്. ലെസ്ലി പാർട്ടിൻ എന്നാണ് അവൻ്റെ പേര്. രണ്ടാമത് അതിനേക്കാൾ വലിയൊരു കുറ്റവാളിയാണ് ഇപ്പോൾ വർക്കല മേഖലയിൽ നിന്ന് പിടിക്കപ്പെട്ടിരിക്കുന്നത്. അനന്തകൃഷ്ണൻ ബി ബാലഗോപാലമാണ് തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി തത്സമയം നമുക്കൊപ്പം ചേരുന്നത്. ആദ്യം അനന്തനിലേക്ക്. അനന്തൻ, വർക്കലയിൽ നിന്ന് ലോകത്ത് തന്നെ അതിമനോഹരമായ ബീച്ചുകളിലൊന്നാണ് ക്ലിഫ്. അത് ലോകപ്രസിദ്ധമാണ്. വർക്കലയിലെ ക്ലിഫ്, ഈ വലിയ കുന്ന്, പെട്ടെന്നൊരു താഴ്ച, അവിടെ താഴെ ഉള്ള തീരം, സാധാരണ തീരം എന്ന ആ നിരന്നൊരവസ്ഥയല്ല വർക്കല. അങ്ങനെ ലോകത്തിൻ്റെ ആകെ സവിശേഷ ശ്രദ്ധ ടൂറിസം മേഖലയിൽ നേടിയ വർക്കലയിൽ ഇങ്ങനെയൊന്നുണ്ടായി എന്നത് വളരെ ഞെട്ടലോടുകൂടിയാണ് എല്ലാവരും കാണുന്നത്. ഈ വീടിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകരുമായി അനന്തൻ പങ്കുവയ്ക്കുന്നത്. ഇയാളുടെ പശ്ചാത്തലം, ഇയാൾ ഏത് തരത്തിലാണ്, ഇങ്ങനെ കോടീശ്വരനായ ആൾ ഏത് തരത്തിലാണ് അവിടെയുള്ള ആളുകളുമായിട്ടാണ് ജീവിച്ചിരുന്നതെന്നാണ് പറയുന്നത് അല്ലേ രതീഷ്? ഈ ഹോം സ്റ്റേക്ക് തൊട്ടടുത്ത് താമസിക്കുന്ന അല്ലെങ്കിൽ ആ നാട്ടുകാരനായ രോഹിതാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. ഒരു വർക്കലക്കാരൻ്റെ ആശങ്കയാണ് അദ്ദേഹം പങ്കുവയ്ക്കുകയും ചെയ്തത്. ഈ കഴിഞ്ഞ 13-ാം തീയതി, അതായത് ആറ്റുകാൽ പൊങ്കലയുടെ തലേ ദിവസമാണ് വർക്കല പോലീസ് ഈ അന്താരാഷ്ട്ര കുറ്റവാളിയെ പിടികൂടുന്നത്. പിടികൂടി കഴിയുമ്പോഴാണ് അറിയുന്നത് ഈ ഹോളിവുഡ് സിനിമകളിലൊക്കെ കാണുന്ന ചില കഥാപാത്രങ്ങളെ പോലെ, ഇൻ്റർനാഷണൽ വെബ് സീരീസിലൊക്കെ കാണുന്ന കഥാപാത്രങ്ങളെ പോലെ ഈ വലിയ കുറ്റകൃത്യങ്ങളിലൂടെ കോടികൾ സമ്പാദിച്ച് ഏതെങ്കിലും ദൂര രാജ്യങ്ങളിലെ ഈ ബീച്ച് ഗ്രാമങ്ങളിൽ, ബീച്ച് വില്ലേജുകളിൽ വന്ന് താമസിക്കുന്ന കഥാപാത്രങ്ങൾ ഒട്ടനവധി നമ്മൾ കണ്ടിട്ടുണ്ട്. അതേ മോഡലൊരു ആളാണ് ഈ അലക്സേജ് ബെസിയോക്കോവ്. ഇയാൾ ലാത്വിയൻ സ്വദേശിയാണ്, റഷ്യയിൽ താമസക്കാരനാണ്, അമേരിക്കയിലെ കൊടും കുറ്റവാളിയാണ്. അമേരിക്ക ഏതാണ്ട് വർഷങ്ങളായിട്ട് പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ച ഇന്റർപോൾ തേടിക്കൊണ്ടിരിക്കുന്ന ഒരു കുറ്റവാളിയാണ്. ഇയാൾ കഴിഞ്ഞ 5 വർഷമായി ഇടവിട്ട് വർക്കലയിൽ വന്ന് 5-3 മാസമൊക്കെ ഇടയ്ക്ക് താമസിച്ചിട്ട് പോകുന്ന ഒരാളാണ്. അപ്പോൾ അയാളെയാണ് കഴിഞ്ഞ ദിവസം വർക്കല പോലീസ് പിടികൂടിയത്. ഇന്റർപോളിൻ്റെ നിർദ്ദേശപ്രകാരം CBI ആണ് ഇങ്ങനെ ഒരാൾ വർക്കലയിൽ ഒളിച്ചു താമസിക്കുന്നുണ്ട് എന്നുള്ളൊരു വിവരം കേരള പോലീസിന് നൽകിയത്. കേരള പോലീസ് വർക്കല പോലീസുമായി ബന്ധപ്പെട്ടു. പക്ഷേ അവർ ഈ CBI നൽകിയ വിലാസം അത് ആദ്യം കറക്റ്റ് ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ വർക്കലയിലെ ഒട്ടുമിക്ക ഹോം സ്റ്റേകളും വർക്കല പോലീസ് തേടി നടന്നു. ഒടുവിൽ ഈ സിനിമയുടെ ക്ലൈമാക്സ് പോലെ ഇയാൾ പോകേണ്ട ദിവസം, അതായത് വിമാനം കയറി തിരിച്ച് വിദേശത്തേക്ക് പോകേണ്ട ദിവസം കൃത്യമായി അയാൾ ബാഗുമായി ആ ഹോം സ്റ്റേ പൂട്ടി പുറത്തേക്ക് ഇറങ്ങാൻ നേരമാണ് വർക്കല പോലീസ് സ്റ്റേഷനിൽ ഒരു CPO അവിടേക്ക് ചെല്ലുന്നതും ഇയാളെ തിരിച്ചറിയുകയും ചെയ്യുന്നത്. ഉടൻ തന്നെ അയാൾ 50,000 രൂപയുടെ 500-ന്റെ ഒരു കെട്ട് നോട്ട് ഈ പോലീസുകാരൻ ഓഫർ ചെയ്യുകയായിരുന്നു. പക്ഷേ പോലീസുകാരൻ അതിന് വഴങ്ങിയില്ല. ഉടൻ തന്നെ ഇൻസ്പെക്ടറെ അടക്കം വിളിച്ചു വരുത്തി ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കസ്റ്റഡിയിലെടുത്ത് കഴിയുമ്പോഴാണ് ഇയാളുടെ പശ്ചാത്തലം മനസ്സിലാകുന്നത്, കൂടുതൽ വിവരങ്ങൾ കേരള പോലീസിന് മനസ്സിലാകുന്നത്. ഇയാൾ ഈ ബിറ്റ്കോയിൻ ഇടപാടിലൂടെ, ഇയാളൊരു IT പ്രൊഫഷണലാണ്. ഇയാൾ ഓസ്ട്രേലിയ, യൂറോപ്പ്, അമേരിക്കൻ രാജ്യങ്ങളിലെ വൻകിട കോർപ്പറേറ്റുകളെ ഹാക്ക് ചെയ്ത് ഏതാണ്ട് 1 ലക്ഷം കോടിയിലധികം രൂപ സമ്പാദിച്ചിട്ടുണ്ട് ഉള്ള ഒരാളാണ്. ഇയാൾക്ക് മയക്കുമരുന്ന് ഇടപാടുണ്ട്, പോൺ വീഡിയോ മാർക്കറ്റ് ഇയാൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അങ്ങനെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പല വിധത്തിൽ ചെയ്തൊരു കൊടും കുറ്റവാളിയാണ് കേരള പോലീസിൻ്റെ കയ്യിൽ കിട്ടിയത്. DIG അജിത ബീഗം പറഞ്ഞതുപോലെ അവരുടെ കരിയറിലെ ഏറ്റവും ഒരു റെയറായിട്ടുള്ള ഒരു പ്രതിയെയാണ് അവർ കസ്റ്റഡിയിലെടുത്തത് എന്നുള്ളത്. അതിനുവേണ്ടി ഇന്നലെ റൂറൽ SP ഓഫീസിൽ അജിത ബീഗം ഈ പോലീസ് ഉദ്യോഗസ്ഥരെയൊക്കെ വിളിച്ച് അഭിനന്ദിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഏതായാലും ഇയാൾ ഈ ഹോം സ്റ്റേ, സോയ ഹോംസ് എന്ന് പറയുന്ന വർക്കലയിലെ ഹോം സ്റ്റേയിലാണ് താമസിച്ചിരുന്നത്. അയാൾ ആ ഹോം സ്റ്റേ എടുക്കാനുള്ള കാരണം, ഒരിക്കൽ 5-6 വർഷം മുമ്പ് വർക്കലയിൽ ഇയാൾ വന്നപ്പോൾ ഈ ഹോം സ്റ്റേ വാടകയ്ക്ക് എന്ന് ബോർഡ് കണ്ടു. ഉടൻ തന്നെ അതിൻ്റെ ഉടമ സലീമുമായി ബന്ധപ്പെട്ടു. അങ്ങനെ തനിക്ക് ഈ ഹോം സ്റ്റേ വേണം, ഓരോ വർഷവും ഇടവേളകളിൽ വന്ന് താമസിക്കാൻ എന്നാവശ്യപ്പെട്ടു. അങ്ങനെ കരാർ ഉണ്ടാക്കി. വർഷം 5 ലക്ഷം രൂപയാണ് ഇയാൾ വാടകയായി നൽകിക്കൊണ്ടിരുന്നത്.
താമസിക്കുന്നത്. ഈ ഹോം സ്റ്റേ മറ്റാർക്കും കൊടുക്കരുതെന്നുള്ളൊരു നിർദ്ദേശം മാത്രമാണ് ഇയാൾ മുന്നോട്ട് വെച്ചത്. അപ്പോൾ വർഷത്തിൽ ഒരു ഏതെങ്കിലും ഒരു സമയത്ത് വരും, ഒരു 3-4 മാസം അവിടെ താമസിക്കും. ലോക്കൽ ഒരു ബൈക്കുണ്ട് ഇയാൾക്ക്. ഇയാളിവിടെ ബാങ്ക് അക്കൗണ്ടും ഒക്കെ തുടങ്ങിയിരുന്നു. സ്വന്തമായി പലചരക്ക് കടയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് സ്വന്തം ആയിട്ട് പാചകം ചെയ്താണ് ഇയാൾ താമസിച്ചിരുന്നത്. ഇത്തവണ വന്നപ്പോൾ കുടുംബവും ഉണ്ടായിരുന്നു. ഇയാളെ പിടികൂടുന്നതിൻ്റെ തലേ ദിവസമാണ് ഇയാളുടെ ഭാര്യയും 2 മക്കളും വിദേശത്തേക്ക് മടങ്ങിപ്പോയത്. തൊട്ട് പിന്നാലെ പിറ്റേ ദിവസം ഇയാൾ പോകാൻ തന്നെ ഇറങ്ങുകയായിരുന്നു. ആ സമയത്താണ് വർക്കല പോലീസിന്റെ പിടിയിലാകുന്നത്. വലിയ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ ആളാണല്ലോ. ഇയാളുടെ കുടുംബവും ഒപ്പം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികം ഉണ്ടായിരുന്നൊരു സംശയമാണ്. ഈ കുടുംബത്തിനുമൊക്കെ ഈ തട്ടിപ്പിൽ പങ്കുണ്ടോ? അവർക്കിത് അറിയാമായിരുന്നോ? അതോ ഇയാൾ അതീവ രഹസ്യമായി നടത്തിയ തട്ടിപ്പാണോ? അത്തരം എന്തെങ്കിലും വിവരങ്ങൾ അജിത ബീഗം ഉൾപ്പെടെ പോലീസ് ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുന്നുണ്ടോ? അത്തരം കാര്യങ്ങൾ കേരള പോലീസിന് അറിയില്ല. കാരണം ഇയാളെ ചോദ്യം ചെയ്യുമ്പോൾ ഇയാൾ കേരള പോലീസുമായിട്ട് സഹകരിച്ചിട്ടൊന്നുമില്ല. പിന്നെ ചോദ്യം ചെയ്യേണ്ട ആവശ്യം കേരള പോലീസിന് കാര്യമായിട്ടില്ല. കാരണം ഇവിടെ ഇയാൾക്ക് കേസില്ല. അമേരിക്കയിലെ വിർജീനിയയിലാണ് ഇയാൾക്കെതിരെ കേസുള്ളത്. അമേരിക്കയും ഇന്ത്യയും തമ്മിൽ കുറ്റവാളികളെ കൈമാറുന്നതിനുള്ള കരാറുണ്ട്. ആ കരാർ പ്രകാരമാണ് ഇന്റർപോളുമായി സഹകരിക്കുന്ന CBIയുടെ വിങ് ഇയാളെ ഇനി കസ്റ്റഡിയിൽ വാങ്ങി പട്യാല കോടതിയിൽ ഹാജരാക്കി. അതിനുശേഷം അതിന്റെ വിവരങ്ങൾ ബാലഗോപാൽ കൂടി പറയും. ബാലഗോപാൽ ഇപ്പോൾ പട്യാല കോടതിയിൽ എത്തിച്ചിട്ടുണ്ട്. എത്ര സമയം അല്ലെങ്കിൽ എത്ര ദിവസങ്ങൾക്കകം പൂർണ്ണമായി അമേരിക്കൻ പോലീസ് ഇന്റർപോളിന് ഇയാളെ കൈമാറും? ദിവിഷ, ഇന്ന് രാവിലെയാണ് ഈ രാജ്യാന്തര തലത്തിൽ തന്നെ കുപ്രസിദ്ധനായ ഈ കുറ്റവാളിയെ ഡൽഹിയിലെ പട്ടേൽ ഹൗസ് കോടതിയിൽ കേരള പോലീസിന്റെ പ്രത്യേക സംഘം എത്തിച്ചത്. എന്നാൽ ഇന്ന് ഹോളിയെ തുടർന്ന് ഈ ഡൽഹിയിലെ പട്ടേൽ ഹൗസ് കോടതി പ്രവർത്തിക്കുന്നില്ല. തുടർന്ന് 2 മണിക്ക് ഡ്യൂട്ടി മജിസ്ട്രേറ്റ് എത്തുമെന്നാണ് കേരള പോലീസിന്റെ പ്രത്യേക സംഘത്തിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിൽ അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ വൈദ്യപരിശോധന ഉൾപ്പെടെ പൂർത്തിയാക്കുന്നതിനുള്ള നടപടികളിലേക്ക് ഇപ്പോൾ കേരള പോലീസ് കടന്നിരിക്കുകയാണ്. അതായത് CBI അദ്ദേഹത്തെ കൈമാറുന്നതിന് മുമ്പുള്ള വൈദ്യ പരിശോധന നടത്തേണ്ടതായുണ്ട്. ആ വൈദ്യ പരിശോധനയ്ക്കായി ഡൽഹിയിലെ പട്യാല ഹൗസ് കോടതിയിൽ നിന്ന് അല്പസമയം മുമ്പ് ഇദ്ദേഹത്തെ ഇപ്പോൾ കോടതിക്ക് പുറത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഏതാണ്ട് 1:30 കൂടി കോടതിക്ക് തിരികെ കൊണ്ടുവരുന്നതായിരിക്കും. തുടർന്ന് 2 മണിക്ക് ഡ്യൂട്ടി മജിസ്ട്രേറ്റ് എത്തുമ്പോൾ അദ്ദേഹത്തിന് മുമ്പ് ഹാജരാക്കിയതിനു ശേഷം CBIക്ക് ഔദ്യോഗികമായി ലിത്വാനിയൻ പൗരനെ കൈമാറുമെന്നാണ് കേരള പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. തുടർന്ന് ഇന്റർപോൾ നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ CBI തുടർ നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. CBIയുടെ കസ്റ്റഡിയിൽ വെച്ച് ഈ ലിത്വാനിയൻ പൗരന് പ്രാഥമികമായ ചോദ്യം ചെയ്യൽ, അതായത് മറ്റേതെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾക്കുൾപ്പെടെ ഇന്ത്യയിലെ ഏതെങ്കിലും കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടെ ഇദ്ദേഹത്തിന് പങ്കുണ്ടോ എന്നതിനെ സംബന്ധിച്ചുള്ള പ്രാഥമികമായ ചോദ്യം ചെയ്യൽ നടക്കാനും ഇടയുണ്ട്. ഏതായാലും 2 മണിയോടുകൂടി CBIക്ക് ഈ ലിത്വാനിയൻ പൗരനെ കൈമാറുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്.